ഈ സമൂഹം ഏറ്റവും മോശമായ രീതിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഇരയെ അപമാനിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ പറയട്ടെ, ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇരയെ അത്രത്തോളം അപമാനിച്ചപ്പോൾ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ പെട്ട ഒരാളായിരുന്നില്ലേ? ഒരാളല്ല, 2 or 3 ഇരകൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ പെട്ട ആളാണ്. നിങ്ങൾ ആ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഇരകളോട് കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നീതി? രാഹുൽ ഈശ്വറിനെ കൊണ്ടുവന്ന് നിരന്തരം നിങ്ങൾ ഇരയെ അപമാനിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾക്കറിയോ, ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് നിങ്ങൾക്കറിയോ? കോഴിക്കോടിലൊക്കെ ഓട്ടോ ഡ്രൈവർമാർ ഒരാളെ തൊട്ടാൽ ഒരാളും വിടൂല, മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരും അണിനിരക്കും. അത്രയും ഒരു അന്തസ്സെങ്കിലും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണിച്ചിട്ടുണ്ടോ? പൊതുവായാണെങ്കിലും ഷഹനാസ്, ആ ചോദ്യത്തിൽ ഒരു ധാർമ്മിക വശമുണ്ട് എന്നത് കണ്ട് ഞാൻ കൈരളിയുടെ അഭിപ്രായം ആ വിഷയത്തിൽ പറയാം. ഷഹനാസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും അത്തരം ആളുകളെ പങ്കെടുപ്പിക്കൽ എന്ന പൂർണ്ണമായ നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഞങ്ങൾ മാനിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ സ്ത്രീകളെ, ഇരകളെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന ആളുകൾക്ക് സ്പേസ് കൊടുക്കില്ല എന്ന പൂർണ്ണമായ തീരുമാനം, ബോധ്യം കൈരളിക്കുണ്ടായിരുന്നു. അത് ഈ നിമിഷം വരെ ഞങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടില്ല, ഇനി മാറുകയുമില്ല.